ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് വീണയാണ്. അപ്പോൾ ഇന്നത്തെ ആർട്ട് ഓഫ് ഡ്രൈവിംഗ് ക്ലാസ്സിൽ പങ്കെടുത്ത ആളാണ്. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് അറിയണ്ടേ? വീണ ഡയറക്റ്റ് പറയും എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്. എങ്ങനെയുണ്ടായിരുന്നു? എക്സ്പീരിയൻസ് വളരെ നല്ലതായിരുന്നു. ആക്ച്വലി ഞാൻ കുറച്ച് കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്തുകൊണ്ടാണ് ഈ ക്ലാസ് ജോയിൻ ചെയ്തത്. എല്ലാവരെ കൊണ്ടും ഞാനും സാറിൻ്റെ വീഡിയോസൊക്കെ കണ്ടിരുന്നു. അപ്പം അതൊക്കെ കണ്ടപ്പം തോന്നി നമുക്കെല്ലാവർക്കും ഡ്രൈവിങ്ങിൽ കുറച്ച് പേടിയും ടെൻഷനും കുറേ സിറ്റുവേഷൻസ് ടാക്കിൾ ചെയ്യുന്ന ആ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ. നമ്മൾ ഓടിക്കുന്നില്ലെങ്കിലും നമ്മുടെ മനസ്സിലുണ്ടാവും അത് അങ്ങനെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും അതൊക്കെ. അപ്പം ഇന്ന് അതൊക്കെ ഞാൻ പ്രാക്ടിക്കലി നമ്മൾ ചെയ്തു എല്ലാം ചെയ്തു നോക്കി. അപ്പം ഒരു കോൺഫിഡൻസ് എനിക്ക് തന്നെ വന്നു. ഇങ്ങനെ വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്. ചിലപ്പോൾ ഒക്കെ ഞാനിങ്ങനെ വീഡിയോസ് കണ്ടിട്ട് ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യായിരുന്നു. നമ്മളിങ്ങനെ പോകുമ്പോൾ അത് എൻ്റെ ആക്സിലേറ്ററിൽ കൂടിപ്പോയി ഞാൻ അവിടെ ഇങ്ങനെ പോയി ഇടിക്കുമോ, ബ്രേക്ക് ചവിട്ടാതിരിക്കുമോ. പക്ഷേ ഇന്ന് ആ ടെൻഷനൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് തന്നെ അത് മാറി. പിന്നെ 2004 ഞാൻ ലൈസൻസ് എടുത്തത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഒരിക്കലും ഓടിച്ചിട്ടില്ലായിരുന്നു. ആദ്യമായിട്ടാണ് ശരിക്കും ഓൺ റോഡ് ഞാൻ ഓടിച്ചത്. അത് വളരെ നന്നായിട്ട് പോയി, സ്മൂത്തായിട്ട് പോയി. നമ്മള് രാവിലെ പോയ പോലെ രാവിലെ പോയപ്പോ എനിക്ക് നമ്മുടെ ഈ കോമ്പൗണ്ടിന് പുറത്ത് പോകാൻ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷെ ഞാൻ തന്നെയാണ് ഓടിച്ച് കോമ്പൗണ്ടിൽ കയറ്റി. ഞാൻ റിവേഴ്സ് പാർക്കിംഗ് ചെയ്തു, പാരലൽ പാർക്കിംഗ് ചെയ്തു. അത് രണ്ടുമായിരുന്നു പഠിക്കേണ്ടത് കൂടുതലായിട്ട്. ബിക്കോസ് എനിക്ക് പുറത്ത് പോയിട്ട് ലൈസൻസ് എടുക്കാൻ വേണ്ടിയാണ്. വളരെ ഹാപ്പിയാണ്. ഞാൻ ഇടയ്ക്ക് പിന്നെ ബീനോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടുണ്ട്, പിന്നെ പോയാൾ തന്നെയാണോ മടങ്ങി വരുന്നതെന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിക്കാറുണ്ട്. പക്ഷേ ചോദിച്ചിരുന്നു ഡ്രൈവ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ രാവിലെ ഉള്ള ഒരു ടെൻഷൻ, നമ്മൾ വണ്ടി എടുക്കുമ്പോൾ ഉള്ളൊരു ടെൻഷൻ ഒരുപാടുണ്ടായിരുന്നു രാവിലെ. ആണ് നമുക്ക് ഒരാളെ കാണുമ്പോൾ തന്നെ അറിയാലോ ആളെ മാറിയിട്ടുണ്ട്. ഭയങ്കര റിലാക്സ് ആയിട്ട് ഓടിക്കുന്നുണ്ട്. പിന്നെ കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കിയെടുത്തു. അത് ഓരോരാളുടെ കഴിവാണ്. ഞാൻ പറയാറുണ്ട്, ചിലവർക്ക് കുറെ കൂടുതൽ സമയം വേണ്ടി വരും, ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെയുള്ളവരുണ്ട്. അപ്പോൾ ഇവിടെ വീണയുടെ കേസിൽ വെച്ചാൽ വീഡിയോസ് എല്ലാം കണ്ടിരുന്നു. പിന്നെ അതേപോലെ തന്നെ പറഞ്ഞ കാര്യം പെട്ടെന്ന് മനസ്സിലാക്കി അത് പ്രാക്ടിക്കൽ ആക്കാൻ ശ്രമിച്ചു. ടെൻഷൻ അടിപ്പിക്കത്തില്ല. ഏറ്റവും ചാലഞ്ചിങ് ആയിട്ടൊരു സിറ്റുവേഷൻ നമ്മൾ ചെയ്തു. ഏറ്റവും നാരോ ആയിട്ടുള്ള നമ്മൾ എന്താ പറയാ വണ്ടി യു-ടേൺ എടുത്തു. അത് ഞാൻ ഒരിക്കലും വിചാരിച്ചല്ല എനിക്ക് പറ്റുമെന്ന്. പക്ഷെ ചെറിയ റോഡിന് യു-ടേൺ എടുത്തു. പുറത്തിറങ്ങി ഞാൻ ഉള്ളിൽ തന്നെ ഇരുന്ന് അതെ അത് ഞാൻ ചെയ്തു. അങ്ങനെ എടുത്തു. അതൊക്കെ ഒരു നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂട്ടും. നോർമലി അങ്ങനെയുള്ള യു-ടേൺ ചെയ്യേണ്ട ആവശ്യമില്ല. കേസ് വന്നു പോയല്ലോ ഇത് ചെയ്യും അറിയണമായിരുന്നു. ശരിയാണ്. അപ്പം ചില സ്ഥലത്ത് നമ്മൾ റോഡിന്റെ ഇങ്ങനെ അറിയാത്ത റോഡിലൂടെ പോയി കഴിഞ്ഞാൽ ഡെഡ് എൻഡ് ആയി പോകും, തിരിച്ചു വരാൻ കഴിയില്ല. അപ്പം അങ്ങനത്തെ സ്ഥലത്ത് യു-ടേൺ എടുക്കേണ്ടി വരും. അപ്പം പ്രത്യേകിച്ചും വീണയിലെന്ന് വെച്ചാൽ പുതിയ പുതിയ വഴികൾ ഇങ്ങനെ തേടി പിടിക്കാൻ ആഗ്രഹിക്കുന്നതാണ്. അപ്പം അങ്ങനെ ട്രാവലൊക്കെ പോകാൻ താല്പര്യമുള്ള ആളാണ്. ഇനിയിപ്പോൾ അത് ചെയ്യാൻ പോവാണ്. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പരിചയമില്ലാത്ത സ്ഥലത്ത് പോയി പെട്ടു പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇവിടെ നമുക്കൊരു യു-ടേൺ എന്തായാലും നോക്കാം. അപ്പം അങ്ങനെ ഉള്ള ആളുകളുണ്ട്, പുതിയ പുതിയ കാര്യങ്ങളൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ. അപ്പം അവരൊക്കെ എല്ലാ രീതിയും അറിഞ്ഞിരിക്കണം. എവിടെ കുടുങ്ങിയാലും രക്ഷപ്പെടണം. പിന്നെ നമ്മൾ യു-ടേൺ എടുത്തു, അവിടുന്ന് യു-ടേൺ എടുത്തു. അതേപോലെ തന്നെ നമ്മൾ മെട്രോൻ്റെ താഴത്തൂടെ വന്ന് അവിടുന്ന് യു-ടേൺ പ്രാക്ടീസ് ചെയ്തു. റൈറ്റിലൂടെ ലെഫ്റ്റും പ്രാക്ടീസ് ആക്കി. പിന്നെ അത്യാവശ്യം നല്ല തിരക്കുള്ള വഴി പോയി, സ്പീഡുള്ള വഴി പോയി. അപ്പം ഹൈവേയിലൊക്കെ പോയി തൃശ്ശൂർ റൂട്ട് എത്തി. അപ്പം ലൈൻ ചേഞ്ചിങ് നോക്കി. അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതെ അതെ, ഗൾഫിലൊക്കെ പോയി പ്രാക്ടീസ് ചെയ്യാൻ പോകുന്ന ആളാണ്. അപ്പം തീർച്ചയായിട്ടും ലൈൻ ചേഞ്ചിങ് മസ്റ്റാണ്. പിന്നെ ബ്രേക്കിംഗ് സ്മൂത്ത് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ. ഹാർഡ് ബ്രേക്കിംഗ് ആയിരുന്നു. മനസ്സിലായിട്ടുണ്ട്. മൊത്തത്തിൽ വണ്ടി ഓടിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ഇതാ ഞാൻ ഓടിക്കുന്ന ക്ലിപ്പിംഗ്സ് ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. ഓടിക്കുന്ന കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഭയങ്കര റിലാക്സ് ആയിട്ട് ഇങ്ങനെ എന്താ പറയണ്ടേ, വളരെ സ്മൂത്ത് ആയിട്ട് ഓടിക്കുന്നത്. എടുക്കാം. ഇത് റെഡി ആയിക്കോളും. മനസ്സിലാവും. നമ്മള് ഇപ്പം ഒരുപാട് പേർക്ക് ട്രെയിനിങ് കൊടുത്തുകൊണ്ട് തന്നെ എനിക്ക് മനസ്സിലാവും, ഏകദേശം ഓടിക്കുന്ന ആണെങ്കിൽ മനസ്സിലാവും ഇങ്ങനെ പോകും. ഞാൻ പറയാറുണ്ട് സാധാരണ ഓക്കെ ആയിട്ടുണ്ട് എന്ന് പറയും.
പക്ഷെ എന്നാലും നമുക്ക് എപ്പോഴും എത്ര ഓക്കെ ആയാലും ശ്രദ്ധ എപ്പോഴും വേണം. അതെ അതെ തീർച്ചയായിട്ടും വേണം. നമ്മളിപ്പോൾ പഠിച്ചു എന്ന് വെച്ചിട്ട് ശ്രദ്ധയില്ലാണ്ട് ഓടിച്ചു കഴിഞ്ഞാൽ ആരും ഓടിച്ചു കഴിഞ്ഞാൽ അപകടം ഉണ്ടാവും. അപ്പം അതിപ്പോൾ നിങ്ങളായാലും ഞാനായാലും ഒക്കെ സെയിം ആണ്. നമ്മളെല്ലാം അറിയുന്ന വിചാരിച്ച് ശ്രദ്ധയില്ലാണ്ട് ഓടിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പം ഞാൻ മുമ്പ് ആ ഒരു വേർഡ് പറഞ്ഞിരുന്നു, അതായത് ശ്രദ്ധ മരിക്കുന്നിടത്താണ് അപകടം ജനിക്കുക. അപ്പം അതൊരിക്കലും വരാതിരിക്കട്ടെ. പിന്നെ വെച്ചാൽ നമ്മളൊരു കാര്യം പഠിച്ചു കഴിഞ്ഞാലും അത് അപ്ലൈ ചെയ്യാൻ എല്ലാവർക്കും പറ്റിയെന്ന് വരില്ല. ഇപ്പോൾ തിയറി നമ്മൾ പഠിച്ചു, പ്രാക്ടിക്കലി നോക്കുമ്പോൾ ചിലർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പം അതുകൂടെ നിങ്ങൾ വരുത്തണം. വീഡിയോ കാണുന്ന ആളുകളോട് എനിക്ക് എപ്പോഴും പറയാനുള്ളത്, നിങ്ങൾ പ്രാക്ടിക്കലി ചെയ്ത് നോക്കണം. അതിന്റെ ഒരു എഫക്റ്റാണ് ഇപ്പോൾ പിന്നെ വീണക്കുള്ളത് അല്ലേ? വണ്ടി എടുത്ത് പ്രാക്ടീസ് ചെയ്യണം. അത് തന്നെ വരുള്ളൂ. പിന്നെ പാർക്കിങ്ങിലൊക്കെ ചെറിയ ചെറിയ കാൽക്കുലേഷൻസ് ആണ്. അത് മനസ്സിലാക്കിയാൽ പിന്നെ ഈസിയാണ്. വണ്ടി തട്ടിപ്പോവുക എവിടെയെങ്കിലും, അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡ് എങ്ങനെ കറക്റ്റായിട്ട് നമുക്ക് സൈഡ് കൊടുത്ത് പോകണം, അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ്. പക്ഷേ അതൊക്കെ വലിയൊരു തരത്തിൽ പിന്നെ ഡ്രൈവിങ്ങിനെ ബാധിക്കും. അറിഞ്ഞു കഴിഞ്ഞാൽ വളരെ ഈസിയാണ്. എത്ര വർഷം ഡ്രൈവ് ചെയ്തു എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. കാൽക്കുലേഷൻ അറിയുന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് എടുത്ത് പോകാൻ വേണ്ടി പറ്റും. അപ്പം എന്തായാലും വീണയുടെ കേസിൽ അത് ഓക്കെ ആയിട്ടുണ്ട്. പിന്നെ ഇപ്പം ആള് ഹാപ്പിയാണ്. ആളുടെ മുഖം കണ്ട അറിയാം നിങ്ങൾക്ക് ഹാപ്പിയാണെന്നുള്ള കാര്യം. അപ്പം നിങ്ങൾക്കൊക്കെ ഡ്രൈവിംഗ് ഇങ്ങനെ എൻ്റെ ആർട്ട് ഓഫ് ഡ്രൈവിംഗ് ക്ലാസ്സിൽ പങ്കെടുക്കാം. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുക. വാട്സപ്പ് നമ്പർ 9400600735. നിങ്ങൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ 90 days വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇതാ വീണയൊക്കെ കുറേ വെയിറ്റ് ചെയ്തിട്ടാണ് ഡേറ്റ് കിട്ടിയിരിക്കുന്നത്. ഒത്തിരി വെയിറ്റ് ചെയ്തത്. അപ്പം നിങ്ങൾ വെയിറ്റ് ചെയ്യണം. എന്താ വെച്ചാൽ ഒരുപാട് ആൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട്. തിരക്ക് പിടിച്ച് കഴിഞ്ഞാൽ കാര്യം നടക്കില്ല. അതുവരെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. ഇനിയിപ്പോൾ ഓക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ ക്ലാസിൻ്റെ ആവശ്യമില്ലല്ലോ. അത്യാവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബുക്ക് ചെയ്യാം. അപ്പം രണ്ടും മനസ്സിലാക്കണം ശരിക്കും. അത് നമുക്ക് ഗുണം ചെയ്യും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ. നാളെ നിങ്ങൾക്ക് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറ്റും. ഞാനെപ്പോഴും ഇപ്പോൾ ഞാൻ വീടിനോടും പറഞ്ഞു, ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം ഇങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന്. ചിലവർ ആക്സെപ്റ്റ് ചെയ്യില്ല, എന്നിരുന്നാലും നിങ്ങൾക്ക് പറയാൻ പറ്റണം. അപ്പോൾ ആ ലെവലിലേക്ക് മാറണം. ഫീഡ്ബാക്ക് പിന്നെ മാക്സിമം ഞാൻ എല്ലാവരുടെ അടുത്തും എടുക്കാൻ ശ്രമിക്കാറുണ്ട്. ആണുങ്ങൾക്കൊക്കെ ക്ലാസ് കൊടുക്കുന്നുണ്ട്, അവരൊന്നും ഫീഡ്ബാക്ക് തരുന്നില്ല. എന്താ ചെയ്യാം, ചിലവർക്ക് പിന്നെ അത് തരാനൊരു മടിയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളെ നിർബന്ധിക്കാറില്ല. അല്ലാത്തവർ വില്ലിംഗ് ആയിട്ടുള്ള വീണിനെ പോലെയുള്ള ആളുകളോട് നമുക്ക് ഓപ്പൺ ആയിട്ട് പറയാം. ഇപ്പോൾ ഫീഡ്ബാക്ക് തന്നു, നിങ്ങൾക്ക് അതുകൊണ്ട് ഇൻസ്പിറേഷൻ ആവുന്നുണ്ടെങ്കിൽ അത് വലിയ കാര്യമാണ്. അപ്പോൾ ഒരുപാട് ആളുകൾ ഉണ്ടാവും ഇങ്ങനെ മടിച്ച് നിൽക്കുന്നത്. നല്ല നല്ല വണ്ടികൾ ഉണ്ടാവും വീട്ടിൽ, പക്ഷെ എടുക്കാൻ പറ്റുന്നുണ്ടാവില്ല. അത്തരക്കാർക്കൊക്കെ മോഡലാണ് ഇപ്പോൾ വീണ. അല്ല, ഞാൻ പറയുന്നത് വണ്ടി മേടിച്ചു വെച്ചിട്ട് നമ്മളത് നോക്കി നിന്നിട്ട് കാര്യമില്ല. നമ്മളത് എടുക്കുക തന്നെ ചെയ്യണം. സാറിന്റെ ക്ലാസ് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി നമുക്ക് എടുക്കാൻ പറ്റും. താപോച്ചി കിടക്കേണ്ടതല്ല. അതെ, ഇതൊരു റോക്കറ്റ് സയൻസ് അല്ല മനസ്സിലായി. അതാണ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ആളാണ് വീണ. അത് നമ്മൾ ഈ റോക്കറ്റ് സയൻസ് ഒക്കെ പറയുന്നത്. അപ്പം അത്ര വലിയ സംഭവം അല്ലാന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു. അങ്ങനെ പറയണം കുറച്ച് കഴിയും, ഇപ്പോൾ അല്ല കുറച്ച് കഴിഞ്ഞിട്ട് പറയണം. അപ്പോൾ അത് മനസ്സിലായിട്ടുണ്ട്, ഓൾറെഡി ആൾക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നല്ല നല്ല ഫീഡ്ബാക്സ് ഒക്കെ ഇതേപോലെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.